നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്ക് എതിരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു രംഗത്ത് വരികയാണ്. നിർണായകമായ നീക്കം തന്നെയാണ് ദ്രൗപദി മുർമു നടത്തിയിരിക്കുന്നത്. ഭരണഘടനാപരമായ പല ചോദ്യങ്ങളും ഉയർത്തിക്കൊണ്ടാണ് രാഷ്ട്രപതിയുടെ നീക്കം വരുന്നത്. 14 വിഷയങ്ങളിൽ വ്യക്തത തേടിക്കൊണ്ടാണ് രാഷ്ട്രപതി മുർമു ആ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 14 ചോദ്യങ്ങൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു സുപ്രീം കോടതിയോട് 14 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. നേരത്തെ തമിഴ്നാട് സർക്കാർ നൽകിയ കേസിലാണ് സുപ്രീം കോടതി ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ബില്ല് സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള തീരുമാനം കൈക്കൊണ്ടത്. ഇതോടെയാണ് വിധിയിൽ കൂടുതൽ വ്യക്തത തേടി രാഷ്ട്രപതി രംഗത്ത് വന്നത്. ഭരണഘടനയുടെ 200, 201 വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി ഇല്ല എന്ന് സുപ്രീം കോടതി കൈമാറിയ റഫറൻസിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ അഖണ്ഡത, സുരക്ഷ, ഫെഡറലിസം, നിയമങ്ങളുടെ ഏകീകരണം തുടങ്ങി ബഹുമുഖ ഘടകങ്ങൾ കണക്കിലെടുത്താണ് രാഷ്ട്രപതിയും ഗവർണർമാരും വിവേചന അധികാരം ഉപയോഗിക്കുന്നത് എന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭരണഘടനയുടെ 143(1) വകുപ്പ് പ്രകാരമാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് 14 വിഷയങ്ങളിൽ വ്യക്തത തേടിയത്. രാഷ്ട്രപതി ബില്ലുകളിൽ അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് സുപ്രീം കോടതി വ്യത്യസ്ത വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഭരണഘടനയുടെ അതായത് 143(1) വകുപ്പുകൾ പ്രകാരം താൻ ഇക്കാര്യത്തിൽ വ്യക്തത തേടുന്നതെന്ന് രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് കൈമാറിയ ഈ റഫറൻസിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും നിയമ മുഖ്യമന്ത്രി അർജുൻ റാം മേഘ്വാളും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയോട് വ്യക്തത തേടിയുള്ള രാഷ്ട്രപതിയുടെ നടപടി. കേന്ദ്ര സർക്കാരിന്റെ കൂടി മനസ്സറിഞ്ഞുള്ള നീക്കമാണ് രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ലഭിക്കുമ്പോൾ ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരം ഗവർണർമാർക്ക് മുന്നിലുള്ള ഭരണഘടനാപരമായ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ബില്ലുകളിൽ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ മന്ത്രിസഭയുടെ സഹായവും ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർമാർ ബാധ്യസ്ഥർ ആണോ? 200-ാം അനുച്ഛേദ പ്രകാരം ഗവർണർമാർ ഭരണഘടനാപരമായ വിവേചന അധികാരം വിനിയോഗിക്കുന്നത് ന്യായമല്ലേ? ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരം ഗവർണർമാർ എടുക്കുന്ന തീരുമാനങ്ങൾ കോടതികൾക്ക് പരിശോധിക്കാനാകുന്നതല്ലേ? ഭരണഘടനയുടെ 361-ാം അനുച്ഛേദ പ്രകാരമുള്ള പരിരക്ഷ ഈ തീരുമാനങ്ങൾക്ക് ബാധകമല്ലേ? ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഭരണഘടനയിൽ ഗവർണർമാർക്ക് സമയപരിധി വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തതിനാൽ കോടതിക്ക് സമയപരിധിയും എങ്ങനെ തീരുമാനമെടുക്കണമെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാനും കഴിയുമോ? 201-ാം അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതി ഭരണഘടനാപരമായ വിവേചന അധികാരം വിനിയോഗിക്കുന്നത് ന്യായമല്ലേ? ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഭരണഘടനയിൽ രാഷ്ട്രപതിക്ക് സമയപരിധി വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തതിനാൽ കോടതിക്ക് സമയപരിധിയും എങ്ങനെ തീരുമാനം എടുക്കണമെന്നുമുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഗവർണർമാർ അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് ഭരണഘടനയുടെ 143-ാം അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടേണ്ടതുണ്ടോ? ബില്ലുകളിൽ നിയമമാകുന്നതിന് മുൻപ് അതിലെ ഉള്ളടക്കം ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതികൾക്ക് അധികാരമുണ്ടോ? നിയമം നിലവിൽ വരുന്നതിന് മുൻപ് ബില്ലുകളിൽ രാഷ്ട്രപതിയും ഗവർണർമാരും എടുക്കുന്ന തീരുമാനങ്ങളിൽ ജുഡീഷ്യൽ പരിശോധന ആകാമോ? രാഷ്ട്രപതിയും ഗവർണർമാരുടെയും ഭരണഘടനാപരമായ അധികാരങ്ങളും ഉത്തരവുകളും മറികടക്കാൻ അനുച്ഛേദം 142-ാം പ്രകാരം കോടതിക്ക് കഴിയുമോ? നിയമസഭ പാസാക്കുന്ന ബില്ല് ഗവർണർമാരുടെ അംഗീകാരമില്ലാതെ നിയമമായി മാറാൻ കഴിയുമോ? ഭരണഘടനാ വ്യാഖ്യാനങ്ങൾ ഉള്ള വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അല്ലേ പരിഗണിക്കേണ്ടത്? മൗലികാവകാശ ലംഘനം ഉണ്ടാകുമ്പോൾ സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനയുടെ 32-ാം അനുച്ഛേദം ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിന് എതിരെ സംസ്ഥാനങ്ങൾ നൽകുന്ന റിട്ട് ഹർജി നിലനിൽക്കുമോ? സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഭരണഘടനയുടെ 131-ാം അനുച്ഛേദ പ്രകാരം ഈ സ്യൂട്ട് ഹർജിയല്ലേ നൽകേണ്ടത്? നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചതുകൊണ്ടുള്ള ഉത്തരവ് തമിഴ്നാട് ഗവർണർ കേസിൽ പുറപ്പെടുവിച്ചത് ജസ്റ്റിസുമാരായ GB പർഡിവാല, RS മഹാദേവൻ അതുപോലെ തന്നെ എന്നിവർ അടങ്ങിയ സുപ്രീം കോടതി ബെഞ്ചാണ്. ഈ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിക്ക് എതിരെ സർക്കാരിന് പുനർപരിശോധന ഹർജി നൽകാവുന്നതായിരുന്നു.